2023 പുറത്തിറങ്ങിയ ചൈനീസ് മിനി സീരീസ് റിവൈവലിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. ആദ്യ ഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് ക്വാൻ യൂഷി തന്നുവിട്ടതാണെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിനെ പോലെ മോയുടെ മുമ്പിൽ എത്തുന്നതും ഗർഭിണിയായിരുന്ന മോയ്ക്ക് എന്തോ കലർത്തിയിരുന്ന സൂപ്പ് കൊടുക്കുന്നതും സൂപ്പ് കുടിച്ച് അവശതയിൽ മോ താഴെ വീഴുന്നതുമായിരുന്നു. മോ താഴെ വീണതും വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ച് ബായ് അവളോട് സംസാരിക്കാൻ തുടങ്ങി. ക്വാൻ യൂഷി ഒരിക്കലും എന്നെ വിട്ടിട്ട് നിന്നെപ്പോലെ ഒരുത്തിയെ കല്യാണം കഴിക്കില്ല എന്നവൾ പറഞ്ഞു. കൂട്ടത്തിൽ അവൾ പ്രഗ്നന്റ് ആണെന്ന വിവരമറിഞ്ഞ് കൊച്ചിനെ ഇല്ലാതാക്കുവാൻ തന്നെ അവനാണ് പറഞ്ഞുവിട്ടത് എന്നവൾ നുണയും പറഞ്ഞു. ഇതേ സമയം ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ബോർഡ് മെമ്പേഴ്സും ഷെയർ ഹോൾഡേഴ്സും അപകടത്തിന് ശേഷം ക്വാൻ യൂഷി ഡിസബിൾഡായി മാറിയതുകൊണ്ടും വീൽ ചെയറിലായതുകൊണ്ടും അവനെ മാറ്റി മറ്റൊരു സിഇഒയെ നിയമിക്കണം എന്ന് പറഞ്ഞ് ശബ്ദമുയർത്തുകയായിരുന്നു. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ക്വാൻ യൂഷി എഴുന്നേറ്റ് നിന്നു. തന്റെ കാലിനൊരു കുഴപ്പവുമില്ലെന്നും താൻ ഡിസബിൾഡ് ഒന്നുമല്ലെന്നും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കോമയിൽ നിന്നുണർന്നതിനു ശേഷം താൻ നടിക്കുകയായിരുന്നു എന്നും അവൻ വ്യക്തമാക്കി. അവിടുണ്ടായിരുന്ന അർദ്ധ സഹോദരൻ ചെൻ അത് കണ്ട് വലിയ രീതിയിൽ രോഷം കൊണ്ടു. തന്നെയും കുടുംബത്തെയും അടക്കം ക്വാൻ യൂഷി വഞ്ചിക്കുകയായിരുന്നു എന്നൊക്കെ അവൻ ആരോപിച്ചു. പിന്നാലെ രണ്ട് സഹോദരങ്ങൾക്കും തനിച്ച് സംസാരിക്കാൻ അവസരം കൈവന്നു. ചെന്നും രണ്ടാനമ്മയും ചേർന്ന് തന്നെ കൊലപ്പെടുത്താൻ നോക്കിയ കാര്യമൊക്കെ തനിക്കറിയാം എന്ന് ക്വാൻ യൂഷി അവന് മുമ്പിൽ വ്യക്തമാക്കി. തന്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ അവർ കളിച്ച ചീപ്പ് കളികളെപ്പറ്റിയും അവൻ പറഞ്ഞു. പിന്നാലെ കുറച്ച് കാര്യങ്ങൾ കൂടി ക്വാൻ യൂഷി വ്യക്തമാക്കാൻ തുടങ്ങി. യാഥാർത്ഥ്യത്തിൽ ചെൻ അവരുടെ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ട കുട്ടിയായിരുന്നു. ക്വാൻ യൂഷിയുടെ അമ്മയുടെ മരണശേഷം സ്റ്റെപ്പ് മദർ വന്നപ്പോൾ സ്റ്റെപ്പ് മദറിന് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു ചെൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ആ സ്റ്റെപ്പ് മദർ ചെന്നിനെ മുമ്പിൽ നിർത്തി സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. ഒരിക്കൽ പോലും നല്ല രീതിയിൽ സ്റ്റെപ്പ് മദർ ചെന്നിനെ പരിചരിക്കുകയോ സഹായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്വത്തുക്കൾ കൈക്കലാക്കാൻ അവനോട് സ്നേഹം നടിക്കുന്നു. ക്വാൻ യൂഷിക്ക് ചെന്നിനുമേൽ സഹതാപമുണ്ടായിരുന്നു. തന്റെ ആ സഹോദരനെ ഹെൽപ്പ് ചെയ്യണം എന്നും അവൻ കരുതി. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക് അവനോട് ഇവിടെ നിന്ന് മാറി നിൽക്കാനും വിദേശത്തേക്ക് പോകാനും ക്വാൻ യൂഷി നിർദ്ദേശിച്ചു. തനിക്ക് ആരുടെയും സഹതാപം വേണ്ട എന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ചെൻ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഇതേ സമയം മോയാകട്ടെ അവശതയിൽ താഴെ വീണിരുന്നു. സൂപ്പിൽ കലർത്തി കഴിച്ച വസ്തു കൊണ്ട് അവളുടെ വയറിനകത്ത് കുട്ടി മരണപ്പെടുകയും ചെയ്തു. വേദന കൊണ്ട് അവൾ പൊളയുന്നുണ്ടായിരുന്നു. തന്റെ കുട്ടിക്ക് വന്നതോർത്ത് കുറ്റബോധത്തിൽ മുഴുകിയ അവൾ ആ സമയം മരണപ്പെട്ടുപോയ തന്റെ അച്ഛനെ പറ്റി ചിന്തിച്ചു. അത് അവളുടെ ഓർമ്മകളെ ട്രിഗർ ചെയ്തു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ അവൾക്കരികിൽ ഹുവാങ് എന്നു പേരുള്ള ഒരു വെൽത്തി ബിസിനസ്മാൻ ഉണ്ടായിരുന്നു. ക്വാൻ യൂഷിയെ കാണാൻ വന്ന താൻ അവൾ ബോധരഹിതയായി വീണ് കിടക്കുന്നതാണ് കണ്ടതെന്നും അവളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നും ഹുവാങ് പറഞ്ഞു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയപ്പോൾ മോ ക്വാൻ യൂഷിയെ കോൾ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയം ക്വാൻ യൂഷിയുടെ അടുത്ത് ബായുണ്ടായിരുന്നു. മോയുടെ കോളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ അവൾ ആ കോൾ എടുക്കുന്നതിൽ നിന്ന് ക്വാൻ യൂഷിയെ തടഞ്ഞു നിർത്തി. ശേഷം അവരിരുവരും ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ റിപ്പോർട്ടേഴ്സ് വന്നവരെ ചുറ്റിവളഞ്ഞിരുന്നു. അവസരം മുതലെടുത്ത് ബായും ക്വാൻ യൂഷിയുടെ കൈ ചുറ്റിപ്പിടിച്ച് റിപ്പോർട്ടേഴ്സിനോട് മറുപടി പറയാനും ഒക്കെ തുടങ്ങി. ആ സമയം പുറത്തെത്തിയിരുന്ന മോയാകട്ടെ അവരിരുവരെയും സന്തോഷത്തോടെ ഒന്നിച്ചു കാണുകയും ബായ് പറഞ്ഞ പോലെ ക്വാൻ യൂഷിയും ബായും ചേർന്ന് ആസൂത്രണം ചെയ്ത് തന്റെ കുട്ടിയെ ഇല്ലാതാക്കിയതാണ് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കഠിന ഹൃദയത്തോടെ എല്ലാം ഉപേക്ഷിച്ച് ക്വാൻ യൂഷിയെയും ആ നഗരവും തന്നെ വിട്ടുപോകുവാൻ അവൾ തീരുമാനിച്ചു. മോയെ സഹായിക്കാൻ ഹുവാങ്ങും ഉണ്ടായിരുന്നു. മോയുടെ മുഴുവൻ കഥകളും ഹുവാങ് അറിഞ്ഞിരുന്നു. പണ്ട് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ആ ഷോക്ക് കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ട മോയ്ക്ക് കുട്ടി മരിച്ചപ്പോഴുണ്ടായ ഷോക്കിൽ അവളുടെ സംസാരശേഷി തിരികെ കിട്ടിയിരുന്നു. മോ ഹുവാങ്ങുമായി സംസാരിച്ചു. ഹുവാങ്ങിന്റെ സഹായത്തോടെ അവൾ വിദേശത്തേക്ക് പറന്നു. മോയെ ക്വാൻ യൂഷി എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും അവളെപ്പറ്റി വിവരങ്ങൾ ലഭിച്ചതേയില്ല. ബായി അവളോട് എന്തെങ്കിലും പ്രവർത്തിച്ചിരിക്കുമോ എന്ന് സംശയം തോന്നിയിരുന്ന ക്വാൻ യൂഷി ബായെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പക്ഷേ തനിക്കൊന്നും അറിയില്ല എന്ന ഭാവമായിരുന്നു ബായ് സ്വീകരിച്ചത്. കഥ അവിടെ നിന്നും 3 കൊല്ലത്തിനപ്പുറത്തേക്ക് പോകുന്നു. വിദേശത്ത് പോയിരുന്ന മോ തന്റെ കഴിവുകൊണ്ടും ഹുവാങ്ങിന്റെ സപ്പോർട്ട് കൊണ്ടും വലിയൊരു ബിസിനസ് ഓണ്ടർപ്രണറായി വളർന്നിരുന്നു. തിരികെ ശക്തമായ പൊസിഷനിൽ കരുത്തുറ്റ വനിതയായി അവൾ ചൈനയിലേക്ക് തിരികെ എത്തി. യുവിന്റെ കമ്പനി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്ന മീറ്റിംഗിലേക്കായിരുന്നു അവൾ എത്തിയത്. തിരികെ പവർഫുള്ളായി
അത്തരമൊരു സ്ഥാനത്ത് തിരികെ എത്തിയ അവളെ കണ്ട് ക്വാൻ യൂഷി അടക്കം അതിശയിച്ചു. ബായും അവന്റെ ഒപ്പമുണ്ടായിരുന്നു. മോയ്ക്ക് സംസാരശേഷി തിരികെ കിട്ടി എന്നതുകൂടി കണ്ടതും ബാ ഞെട്ടിത്തിരിഞ്ഞ് പിന്മാറി. മീറ്റിംഗിനിടയിൽ ക്വാൻ യൂഷി എല്ലാവരോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. ശേഷം മോയെ ചേർത്ത് നിർത്തി ചുംബിക്കുവാൻ അവൻ ശ്രമിച്ചു. പക്ഷേ ക്വാൻ യൂഷിയെ തള്ളിമാറ്റി മോ അവനെ തല്ലുകയായിരുന്നു ചെയ്തത്. തന്റെ കുട്ടിയെ കൊന്നത് ക്വാൻ യൂഷിയാണ് എന്ന വിശ്വാസം അപ്പോഴും അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നാലെ മോ അവിടം വിട്ടിറങ്ങിപ്പോയി. വൈകാതെ മോ താമസിക്കുന്ന ഹോട്ടലിന്റെ അഡ്രസ് മനസ്സിലാക്കി ക്വാൻ യൂഷി അവളെ കാണുവാൻ അങ്ങോട്ടേക്കെത്തി. പക്ഷേ മോയുടെ അസിസ്റ്റന്റ് ഇടപെടുകയും ക്വാൻ യൂഷിയെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഒരു പാർട്ടി ഉണ്ടായിരുന്നു. മോയും ക്വാൻ യൂഷിയും അതേ പാർട്ടിയിൽ പങ്കെടുക്കുന്നുമുണ്ടായിരുന്നു. പാർട്ടിയിലേക്ക് എത്തിയ ക്വാൻ യൂഷി അവിടുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളെയും അവഗണിച്ച് മോയുടെ അടുത്തെത്തി. പക്ഷേ വളരെ തണുപ്പം മട്ടിലായിരുന്നു മോ ക്വാൻ യൂഷിയോട് ഇടപെട്ടത്. 3 കൊല്ലം മുമ്പ് ഒന്നും പറയാതെ പെട്ടെന്ന് പോയി കളഞ്ഞത് എന്താണ് എന്ന അതിശയം ക്വാൻ യൂഷി പങ്കുവെച്ചപ്പോൾ ഗൗരവത്തോടെ നോക്കുക മാത്രമേ മോ ചെയ്തുള്ളൂ. മറുപടിയൊന്നും പറഞ്ഞതേയില്ല. ആ പാർട്ടിയിൽ മോയുടെ കസിനായ ഷിയാങ്ങും ഉണ്ടായിരുന്നു. ഷിയാങ് ഇപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു അഭിനേത്രിയാണ്. തന്നോട് ചെയ്തതൊക്കെയും മനസ്സിലുണ്ടായിരുന്ന മോ അവളെ എതിരിട്ട് ദേഷ്യത്തോടെ അവൾ തന്നോട് ചെയ്തതൊന്നും താൻ മറന്നിട്ടില്ല എന്നവളെ ഓർമ്മിപ്പിച്ചു. തന്നെ ആന്റിയുടെയും അങ്കിളിന്റെയും അടുത്തേക്ക് എത്തിക്കുന്നതുവരെ അവളെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിച്ചിട്ടുമില്ല എന്നും മോ അവളെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ക്വാൻ യൂഷി ചെന്ന് മോയെ പ്രതീക്ഷിച്ച് ഹോട്ടലിന് മുമ്പിൽ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് മദ്യപിച്ച് മതോന്മത്തിയായിട്ടായിരുന്നു മോ അങ്ങോട്ടേക്ക് വന്നു ചേർന്നത്. അസിസ്റ്റന്റിന്റെ കൈവിട്ട് അവൾ വീഴാൻ തുടങ്ങിയതും ക്വാൻ യൂഷി മോയെ തന്റെ കൈകളിലാക്കി. ക്വാൻ യൂഷിയുടെ അസിസ്റ്റന്റ് മോയുടെ അസിസ്റ്റന്റിനെ പുറത്തേക്ക് പൊക്കിക്കൊണ്ടുപോയി. ക്വാൻ യൂഷി മോയെ സുരക്ഷിതമായി റൂമിൽ എത്തിക്കുകയും ബെഡിൽ കിടത്തുകയും ചെയ്തു. ക്വാൻ യൂഷി മോയെ നോക്കിക്കൊണ്ട് നിൽക്കെ മദ്യലഹരിയിൽ അവനെ പിടിച്ചെടുപ്പിച്ച മോ എത്രമാത്രം താൻ അവനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് അവനോട് പറഞ്ഞു. പിന്നാലെ അവളെ ചെറുതായൊന്ന് ചുംബിച്ച് അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയി. അടുത്ത ദിവസം പകലിൽ ബ്രേക്ക്ഫാസ്റ്റുമായി ക്വാൻ യൂഷി മോയുടെ റൂമിലേക്ക് എത്തി. എന്തുകൊണ്ടാണ് 3 കൊല്ലം മുമ്പ് തന്നെ വിട്ടു പോയത് എന്ന് അവളോട് ചോദിച്ചു. പക്ഷേ മറുപടി പറയുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് ഹുവാങ് കടന്നു വന്നു. ഹുവാങ്ങിന്റെ സാന്നിധ്യം ക്വാൻ യൂഷിയെ അസ്വസ്ഥനാക്കിയിരുന്നു. മാത്രമല്ല ഹുവാങ്ങിന്റെ സംസാരവും അവനെ കൂടുതൽ ചൊടിപ്പിച്ചു. അതോടെ ക്വാൻ യൂഷി അവിടം വിട്ടിറങ്ങിപ്പോയി. പിന്നീട് മോയെപ്പറ്റി ചില വാർത്തകൾ ഓൺലൈനിൽ പ്രചരിക്കാൻ ആരംഭിച്ചിരുന്നു. മോയുടെ പാരന്റ്സ് കടക്കിണിയിൽപ്പെട്ട് വട്ടിപ്പലിശക്കാരാൽ കൊല്ലപ്പെട്ടതാണ് എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിച്ചുകൊണ്ടിരുന്നത്. വളരെ വലിയ ബിസിനസ് പൊസിഷനിൽ എത്തിയിരുന്ന മോയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കാൻ തുടങ്ങി. രാജ്യം മുഴുവൻ മോയെപ്പറ്റി സംസാരിക്കാനും ആരംഭിച്ചു. വിവരമറിഞ്ഞ ക്വാൻ യൂഷി അവളുടെ സമീപമെത്തി. അവൾക്ക് വേണ്ടി എന്തു ചെയ്യാനും അവളുടെ കൂടെ നിൽക്കാനും താനുണ്ട് എന്ന് അവളോട് പറഞ്ഞു. കുറച്ച് അന്വേഷണത്തിനൊടുവിൽ അവളുടെ കസിൻ ഷിയാങ്ങും മറ്റൊരു കോ ആക്ട്രസും ചേർന്നാണ് ആ ഒരു ഗോസിപ്പും വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കി. മോയുടെ വളർച്ചയിൽ ഷിയാങ്ങിന് വലിയ ദേഷ്യമുണ്ടായിരുന്നു. അവർ അവരെ പിടികൂടി ഡിഫേമേഷന് വേണ്ടി അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. പിന്നാലെ തന്റെ പാരന്റ്സിന്റെ മരണകാരണം മോ അന്വേഷിക്കാൻ ആരംഭിച്ചു. ലോൺ ഷാർക്കുകൾ തന്നെ തന്റെ പാരന്റ്സിനെ കൊന്നതാണ് എന്ന് മോ തിരിച്ചറിഞ്ഞു. പക്ഷെ അതിന് കാരണമായത് അവളുടെ അങ്കിളായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും പേരിൽ അങ്കിൾ കടം വാരിക്കൂട്ടി. അത് തിരിച്ചടച്ചതുമില്ല. അങ്ങനായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും മരണത്തിലേക്ക് അങ്കിൾ വഴിവെച്ചത്. സത്യങ്ങൾ പുറത്തു വരണം എന്ന് മോക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോ അങ്കിളിനെ നേരിൽ കണ്ട് യഥാർത്ഥ സത്യങ്ങൾ പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അങ്കിൾ ആകട്ടെ തനിക്കൊന്നും അറിയില്ല എന്ന നിലപാടായിരുന്നു എടുത്തത്. അത് മോയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് വീണ്ടും ട്രിഗർ ചെയ്യിച്ചു. അവൾക്ക് പെട്ടെന്ന് വീണ്ടും സംസാരിക്കാൻ പറ്റാതായി. ക്വാൻ യൂഷിയെ അത് ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ക്വാൻ യൂഷി അങ്കിളിനെ കണ്ട് സത്യങ്ങൾ ലോകത്തോട് പറയുവാൻ ആവശ്യപ്പെട്ടു. ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോയപ്പോഴും അങ്കിളിനെ സംരക്ഷിച്ചത് മോവാണെന്നും നടന്ന കാര്യങ്ങളും മറ്റും അങ്കിളിനോട് ക്വാൻ യൂഷി വിശദീകരിക്കുകയും ചെയ്തു. മോ ഇല്ലായിരുന്നെങ്കിൽ അങ്കിൾ പണ്ടേ മരണപ്പെട്ടേനെ എന്നും ക്വാൻ യൂഷി വ്യക്തമാക്കി. അത് അങ്കിളിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. കുറ്റബോധം തോന്നിയ അയാൾ സത്യങ്ങൾ പറയാൻ തയ്യാറായി. പ്രസ്സിനെ വിളിച്ചു വരുത്തി യാഥാർത്ഥ്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നും മോയുടെ പാരന്റ്സ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നും അങ്കിൾ പറഞ്ഞു. സത്യം പറയുന്നത് തടയുവാൻ ഷിയാങ് ശ്രമിച്ചെങ്കിലും അങ്കിൾ സത്യം പറയുക തന്നെ ചെയ്തു. തന്റെ സഹോദരന്റെ പേരിൽ താൻ കടങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നും ലോൺ ഷാർക്കുകൾ തന്റെ പിന്നാലെ വന്നപ്പോൾ അവരുടെ നേരെ അവരറിയാതെ തന്നെ താൻ അവരെ തിരിച്ചുവിട്ടെന്നും അങ്ങനെ അവർ അവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള സത്യമായിരുന്നു അത്. വൈകാതെ മോ അങ്ങോട്ടേക്കെത്തി. തന്റെ പാരന്റ്സിന്റെ മരണത്തിന്റെ രോഷം മുഴുവൻ മോയുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അങ്കിൾ തന്നെ വളർത്തി എന്നുള്ള
എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് അവൾ അങ്കിളിനോട് നന്ദി പറഞ്ഞു. പക്ഷേ ഒരിക്കലും തനിക്ക് അങ്കിളിനോട് ക്ഷമിക്കാനും ആവില്ല എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പുറത്തിരുന്ന് മോ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്വാൻ യൂഷി അവളുടെ അടുത്തെത്തി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വൈകാതെ ക്വാൻ യൂഷിയുടെ കമ്പനി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മോ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തുടങ്ങി. യൂഷിയുടെ കമ്പനി ബാങ്ക് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞ് ഹുവാങ് അവളുടെ അടുത്തെത്തി അവളോട് യുഎസിലേക്ക് മടങ്ങിപ്പോക്കോളാനും അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ അതിനോടകം ഹുവാങ്ങിന് തന്റെ മേലൊരു കണ്ണുണ്ട്, അയാൾ തന്നിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് മോ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് താൻ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്നവൾ തീർത്തു പറഞ്ഞു. ശേഷം മോ ബായുമായി ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ മീറ്റ് ചെയ്തു. പതിയെ സംസാരം ആർഗ്യുമെന്റിലേക്കും ദേഷ്യപ്പെടലിലേക്കും നീണ്ടു. ആ സംസാരത്തിനിടയിൽ ദേഷ്യത്തിൽ ബായ് കാരണം നഷ്ടപ്പെട്ട തന്റെ കൊച്ചിന്റെ കാര്യം മോ അവളോട് പറഞ്ഞു. അതൊക്കെ കേട്ടുകൊണ്ടായിരുന്നു യൂഷി അങ്ങോട്ടേക്ക് കടന്നു വന്നത്. ഞെട്ടലോടെ അവൻ ബായെ എതിരിട്ടു. 3 കൊല്ലം മുമ്പ് മോ പ്രഗ്നന്റ് ആയിരുന്നു എന്നത് ഞെട്ടലോടെയായിരുന്നു അവൻ മനസ്സിലാക്കിയത്. പിന്നാലെ തനിക്ക് ആ സമയം മോയെ നോക്കാനോ സംരക്ഷിക്കാനോ സാധിച്ചില്ലല്ലോ എന്ന് കുറ്റബോധത്തോടെ പറഞ്ഞ് ക്വാൻ യൂഷി മോയോട് ക്ഷമാപണം നടത്താൻ തുടങ്ങി. അതുവരേക്കും എല്ലാം അറിഞ്ഞ് അതിന് പിന്നിൽ ക്വാൻ യൂഷിയും ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന മോയ്ക്ക് ക്വാൻ യൂഷിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന സത്യം അറിഞ്ഞത് വലിയ ഞെട്ടലുളവാക്കി. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് സംസാരിച്ചു. അവർക്കിടയിലെ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും പറഞ്ഞു തീർത്തു. ഇരുവരും ഹക്ക് ചെയ്യുകയും ഉണ്ടായി. ശേഷം ബായ്ക്ക് നേരെ തിരിഞ്ഞു അവൾ ചെയ്തതിനൊക്കെയും അവളെ കൊണ്ട് താൻ അനുഭവിപ്പിക്കും എന്നവളെ ഭീഷണിപ്പെടുത്തി. അടുത്ത ദിവസം മോയെ ക്വാൻ യൂഷി വീണ്ടും ചെന്നു കണ്ടു. തന്നോട് ക്ഷമിക്കാനും തനിക്കൊരു അവസരം കൂടി തരാനും അവൻ ആവശ്യപ്പെട്ടു. ക്വാൻ യൂഷിയെ അപ്പോഴും പ്രണയിച്ചിരുന്ന മോയ്ക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടെ യൂഷി അവൾ സ്വീകരിച്ചു. ഇരുവരും ചുംബിക്കാനായി തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. അങ്ങോട്ടേക്ക് ഹുവാങ് കടന്നു വന്നു. ക്വാൻ യൂഷിയുടെയും മോയുടെയും ബന്ധത്തിൽ ഹുവാങ് അസ്വസ്ഥനായിരുന്നു. എന്തെങ്കിലും ചെയ്യുവാൻ അയാൾ തീരുമാനിച്ചു. മോക്ക് മയക്കുമരുന്ന് കലർത്തിക്കൊടുത്ത് അവളെ ലഹരിയിലാക്കി ഹുവാങ് മോയെ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു. പിന്നാലെ അവളോട് താൻ അവളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനും തുടങ്ങി. പക്ഷേ തനിക്കതിൽ തീരെ താല്പര്യമില്ല, അവനോടൊരു ഫീലിംഗ്സുമില്ല എന്ന് പറഞ്ഞ് മോ അത് റിജക്ട് ചെയ്തു. അത് ഹുവാങ്ങിനെ ദേഷ്യം പിടിപ്പിക്കുകയും ഹുവാങ് അവൾക്കുമേൽ ബലം പ്രയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ കൃത്യസമയം അങ്ങോട്ടേക്ക് ക്വാൻ യൂഷി വന്നു ചേർന്നു. ഹുവാങ്ങിനെ അടിച്ചു താഴെയിട്ട് മോയെ രക്ഷപ്പെടുത്തി ക്വാൻ യൂഷി അവിടെ നിന്ന് പോയി. പക്ഷേ നടന്നു നീങ്ങുന്നതിനിടയിൽ ബായ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. മോയെ കുത്തി കൊല്ലുവാനായിരുന്നു ബായുടെ ശ്രമം. ഹുവാങ് അത് നേരത്തെ കണ്ടു. മോയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഹുവാങ് അത് തടയുവാൻ ഇടയ്ക്ക് കയറി. ബായുടെ കുത്ത് ഹുവാങ്ങിന്റെ ശരീരത്തിൽ തുളച്ചു കയറി. പിന്നാലെ ഹുവാങ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഹുവാങ്ങിന്റെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതിന്റെ പേരിൽ ബായ് 10 കൊല്ലം തടവിന് ശിക്ഷിക്കപ്പെട്ടു. കാര്യങ്ങളൊക്കെ പരിസമാപ്തിയിലേക്ക് എത്തുകയായിരുന്നു. മോയും ക്വാൻ യൂഷിയും വൈകാതെ വിവാഹിതരായി. അവർ ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് കമ്പനി നടത്താനും ആരംഭിച്ചു. ആ ദൃശ്യങ്ങളോടെ മിനി സീരീസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.